ശരി, തുടക്കത്തിൽ ഈ ഡിലേഡ് എഫ്ഐആർ ഫേറ്റലാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ അത് ആവാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അക്യൂസ്ഡ് എന്ന് പറയുന്നയാൾ ഒരു പബ്ലിക് സെർവൻ്റ് ആണ്, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കോടതി പരിഗണിക്കില്ലേ? അല്ല, അത് പരിഗണിക്കും. അത് പരിഗണിക്കുന്നത് ഈ ഡിലേയിൽ മാത്രമായിരിക്കില്ല പരിഗണിക്കുന്നത്. ആ ഡിലേ കംപ്ലസി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട എല്ലാവരും എവരിബഡി ആർ മെച്ചുവേർഡ് അല്ലേ? എല്ലാവരും രണ്ടുപേരും വിക്ടിം ആണെങ്കിലും മെച്ചുവേർഡാണ്, അക്യൂസ് എന്ന് പറയുന്ന ആളും മെച്ചുവേർഡാണ്. അവർ വിക്ടിം എന്തുകൊണ്ടിട്ട് ഈ ഡിലേഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുത്തു, ആ സാഹചര്യം അവർ ക്ലിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള റേപ്പെല്ലാം കഴിഞ്ഞു. ആ രീതികളിൽ നിന്ന് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിൽ നിന്ന് വ്യത്യാസം നമ്മൾ ഒത്തിരി സൊസൈറ്റി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. കൺസെൻഷ്വൽ സെക്സിൻ്റെ കൂടത്തിൽ തന്നെ ഫോഴ്സ്ഫുൾ സെക്സ് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാവുന്നുണ്ട്, പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ഫാസിനേഷനിൽ ചിലപ്പോൾ ഒരു കൺസെൻറ്റിലേക്ക് വന്ന് കയറിയിട്ടുണ്ടോ, സബ്സിക്വൻ്റ്ലി വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി ട്രൂ കളേഴ്സ് യു മേ നോട്ട് കൺസെൻറ്റ്, യു മേ സേ എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ പോകണ്ടേ. നമ്മളെ എല്ലാ കേസിലും എല്ലാം കൺസെൻഷ്വൽ ആണെന്നൊക്കെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിയമം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോൾ ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിയമം ചേഞ്ച് ചെയ്യേണ്ടത്, നിയമത്തിനോടുള്ള അപ്രോച്ചും ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന ഒരു കേസായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറാണ് എന്നിരിക്കെ, ഒട്ടും പവർഫുൾ അല്ലാത്ത ആളല്ല. പക്ഷേ അത് പവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടി വരും. മാനിപ്പുലേറ്റീവ് ആയിട്ടാണോ കംപ്ലയിൻറ്റ് വന്നത് എന്നുള്ളത് കോടതി ഒരു അന്ധമായിട്ടൊന്നും കാണാനുള്ള സാഹചര്യങ്ങളില്ല. എന്നിരുന്നാൽ പോലും ഈ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്, ഈ സംശയമൊന്നും വേണ്ട. ആ ഡിലേ വന്നിരിക്കുന്നത് ക്രൂഷ്യലുമാണ്. കൺസെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൺസെൻഷ്വൽ സെക്സ് ആണെന്ന് ഞാൻ പ്ലീഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബർഡൻ ആവും അത് കൺസെൻഷ്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. ആ ഒരു ബർഡൻ എന്താണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലീഡിങ് അനുസരിച്ചിട്ട് ഈ അക്യൂസിന് വന്നു ചേർന്നിട്ടുണ്ട്. ആ കോടതിയിൽ എത്രത്തോളം അദ്ദേഹത്തിന് അത് എഫക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു അൾട്ടിമേറ്റത്തിൽ വരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ ബെയിൽ എങ്ങനെ ഡിസൈഡ് ചെയ്യുമെന്നുള്ളത്.